ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മളൊരു ചലഞ്ച് കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ചലഞ്ചാണ്, വാട്ടർ ഡിപ്പിംഗ് ചലഞ്ച്. കുറേ നാൾക്ക് മുന്നേ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ചലഞ്ചാണ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 2 പാത്രത്തിൽ ഇവിടെ വെള്ളം വെക്കും. അതിൽ ക്വസ്റ്റ്യൻ ഉത്തരം അനുസരിച്ച് നമ്മളെ പിടിച്ച് വെള്ളത്തിൽ മുക്കുന്നത് നമ്മുടെ അമ്മയായിരിക്കും കേട്ടോ. ഞങ്ങളെ പറ്റി അറിയാവുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ പിടിച്ചിട്ടേക്കാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നമ്മൾ 2 പാത്രത്തിൽ വെള്ളമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കും, അമ്മ ഓരോരുത്തർ പിടിച്ച് മുക്കും ഗൈസ്. ഇതാണ് ചലഞ്ച്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഗൈസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൂട്ടത്തിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ആര്? ഒന്നാമത്തെ മുക്കും കിട്ടി ഗൈസ്. അപ്പോൾ ഫസ്റ്റിലെ ഇവള് മുങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്യാമറ പേടിയുള്ളത്? മുങ്ങു മോനെ പേടിച്ചൂറി. 2 തവണ ആള് മുങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കിടക്കട്ടെ, വിളിക്കുമ്പോ നോക്കി എഴുതിച്ചു തരാം. നല്ലത്. അടുത്തത് 2 പേരിൽ ആരാണ് നല്ല സ്മാർട്ട് ആയിട്ടുള്ളത്? കൊച്ചാ നല്ല സ്മാർട്ട് കൊച്ചാ. മുങ്ങിക്കോ മോനെ, മക്കളെ മുങ്ങിക്കോ. വെള്ളമൊക്കെ കോരിക്കൊണ്ട് ഒരു കാര്യം ഒഴിക്കട്ടെ ഞാനൊക്കെ. വെള്ളം എത്ര എടുക്കണ്ട ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉറക്കം തൂങ്ങി ആരാണ് ഗൈസ്? ഒട്ടും ഉറങ്ങാത്തൊരു കൊച്ചാ. അങ്ങ് ഉറങ്ങട്ടെ, ഉറങ്ങിക്കോ, അവിടെ ഇരുന്നങ്ങ് ഉറങ്ങിക്കോ. സ്വാഭാവികമായിട്ട് ആക്റ്റീവ് സ്മാർട്ട് പോകുമ്പോൾ ഞാൻ ഉറക്കം തൂങ്ങി ആവുമല്ലോ. തന്നെ പുകഴ്ത്തുവാ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പോവേ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും പാവം ആരാണ്? ഇതൊരു പാവം കൊച്ചു. ഇച്ചിരി നേരം വെള്ളത്തിൽ കിടക്കട്ടെ. പാവം ഉണ്ടെങ്കിൽ വെള്ളത്തിട്ടിരുന്നത്. ഇവളാണ് നല്ല പാവട്ടോ. പാവട്ടോ. ഭയങ്കര ആക്റ്റീവ് സ്മാർട്ട് വന്നാലും പാവ. ഇപ്പൊ ഇനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്. 6ാമത്തെ ക്വസ്റ്റ്യൻ വരെ ആയപ്പോ ഒരു തവണ ഞാൻ 4 തവണ അവള് മുങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരുങ്ങാൻ കൂടുതൽ സമയം എടുക്കുന്നത്? അയ്യോ, ഈ കൊച്ചൊരു പാവം. അത് ഒരുങ്ങട്ട നല്ലോണമായിരുന്നു. ഭയങ്കര താമസമാണ് അവളെ ഒരുങ്ങാൻ വേണ്ടിയിട്ട്. നമ്മള് വീഡിയോ എടുക്കാൻ തന്നെ ആയാലും 3-4 മണിക്കൂർ മുന്നേ പറയണം, നിങ്ങളെ കറക്റ്റ് സമയത്ത് റെഡി ആയിട്ട് വരത്തുള്ളൂ. എവിടെ പോയാലും അങ്ങനെ, അമ്പലത്തിൽ പോയാലും ഏത് ജില്ലയിൽ പോയാലും അവിടെ. അടുത്ത പറഞ്ഞിട്ടെ, കൂട്ടത്തില് ഫുഡ് ആരാണ്? ഏറ്റവും കൂടുതൽ ഫുഡ് കൊച്ചൊന്നും കഴിക്കാത്തൊരു കൊച്ച. അതൊന്നും മുങ്ങട്ടെ. അടുത്ത കൂട്ടത്തില് കുരുട്ട് ബുദ്ധി കൂടുതലുള്ള ആർക്കാണ്? 2 കുട്ടിയുടെ കേന്ദ്രങ്ങളാ. പറയാനുള്ള സമയം തന്നെ. അയ്യോ, ഞങ്ങൾ പാവമാണെങ്കിൽ കുരുട്ട് ബുദ്ധി ഇച്ചിരി കൂടുതലാണ്. അടുത്ത ഗൈസ്, വഴക്കാളി ആരാണ്? 2 വഴക്കാളികളാ. മുങ്ങിക്കോ. അയ്യോ, ഇതിനൊരു അന്ത്യമില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ബുജി ആരാണ് ഗൈസ്? ഓ, കൂട്ടത്തിലെ വലിയ ബുജിയെന്ന് അഹങ്കാരേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഉള്ളതി ബുദ്ധി ഉണ്ടെന്ന് അങ്ങനെ ചിന്തിച്ചാൽ ഇല്ലാത്ത ജീവി. അടുത്ത വായിക്കട്ടെ. പിന്നെ പിശുക്കി ആരാണ്? അയ്യോ, അത് നിന്റെ പേരേ വെക്കത്തുള്ളൂ, പിശുക്കി. കൂടെ ഇപ്പൊ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 11 ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, കുളിക്കാത്തത് ആരാണ്? 2 കുളിക്കത്തില്ല. വെള്ളത്തിൽ ഇവളാ കുളിക്കാത്തത്. ഇവളാണെങ്കിൽ രാവിലെ കുളിക്കാത്ത സ്കൂളിൽ പോകും, വൈകിട്ട് വന്നിട്ട് കുളിക്കാതെ ചായ കുടിക്കും. ഇതൊക്കെ അവിടെ പരിപാടി. ഞാൻ ഒന്നുമില്ലെങ്കിൽ പോകുമ്പോ കുളിക്കും. വീട്ടിക്കുമ്പോ ഒരു നേരം കുളിക്കുന്നേ ഉള്ളു. കുളിക്കത്തില്ല കള്ളികള്. ഒരു നേരം കുളിക്കുന്നില്ലയോ? അത്ര വൃത്തിയൊക്കെ മതി. കുളിച്ചാ പോരെ? ആ, അതെന്ത്. അയ്യോ, കൂട്ടത്തിലെ മണ്ടി ആരാണ്? മരമണ്ടി. മരമണ്ടി അവിടെ കമന്ന് കിടക്കുക. എഴുന്നേക്കത്തില്ല. ഞാൻ തുടങ്ങിയതുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദേഷ്യക്കാരി ആരാണ് ഗായ്സ്? ഇവള് ദേഷ്യക്കാരിയാ. അവള് മുങ്ങട്ടെ. അങ്ങനെ ചുമ്മാ ദേഷ്യപ്പെടുത്തില്ല ഇല്ലയോ?
അയ്യോടാ, ഇപ്പൊ ആരാ ദേഷ്യപ്പെട്ടത്? ദേഷ്യപ്പെടാത്തൊരാളാ. അല്ല ഞാൻ കാര്യമുള്ള ഇപ്പൊ ഞാൻ ആ, മതി മതി മതി, നിർത്ത് നിർത്ത്. ഇപ്പൊ എന്തേലും ഞാൻ പറയുന്ന കാര്യം കേട്ടില്ല ഞാൻ ദേഷ്യപ്പെടത്തുള്ളൂ. അയ്യോടാ, വളരെ ഡീസന്റ്, ദേഷ്യേ ഇല്ല. അതാ. അയ്യോ നല്ലൊരു ഹൈഡ്രാ ഫേഷ്യൽ കഴിഞ്ഞു. ഇതിപ്പോ ഫേഷ്യൽ ചെയ്ത പോലെ ഉണ്ട് രണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ പേടിത്തൊണ്ടി ആരാണ്? അയ്യോ ഒട്ടും പേടിയില്ല. മുങ്ങിക്കോ മുങ്ങിക്കോ. ഇതിപ്പോ എന്നെ കൂടുതൽ മുക്ക്, നീ അവളോട് മുക്ക്. ഉള്ളതല്ലേ മുക്കാൻ നോക്കൂ കറക്റ്റ് ആയിട്ട്. എന്നാ പേടി ഇല്ലാത്ത ഒരാളെ മുക്കേ. ഗൈസ് കൂട്ടത്തിലെ വൃത്തിക്കാരി ആരാണ് ഗൈസ്? എന്റെ കൊച്ച, അത് നല്ല വൃത്തിയുള്ളൊരു കൊച്ച. കുളിക്കത്തില്ല, ഭയങ്കര വൃത്തിയാ. പല്ലിക്കത്തില്ല, ഭയങ്കര വൃത്തിയാ. ഇതൊക്കെ വൃത്തിയുടെ ലക്ഷണം. ഇത് പന്തി ബസ്സാണ്. കുളിക്കത്തില്ലെന്ന് പറഞ്ഞ് മുക്കിയ ഒരാളെ വൃത്തിക്കാരി എന്ന് പറഞ്ഞ് മുക്കി. കൂട്ടത്തിലെ മടിച്ചി ആരാണ് ഗൈസ്? നീയാ മുങ്ങടി മടിച്ചു കള്ളി. ദൈവമേ ദൈവം ഇതത് കേക്കണ്ട. ഗൈസ് അവിടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ 17 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷമയുള്ളത് ആർക്കാണ്? ക്ഷമയുള്ളത് ഈ കൊച്ചിനാ. പാവ, ഭയങ്കര ക്ഷമയാ. കള്ളം പറയുന്നത് മാറിപ്പോയത്. അപ്പൊ ഞാൻ മുങ്ങട്ടെ? മുങ്ങിക്കോ മുങ്ങിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യം. ഗൈസ് കള്ളി ആരാണ്? രണ്ടും കള്ളികളാ. മുങ്ങിക്കോ മുങ്ങിക്കോ, രണ്ട് കള്ളികളും കൂടെ. രണ്ട് കള്ളികളും മുങ്ങിക്കോ. കള്ളത്തരൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ചെറുതായിട്ട് കള്ളം പറയും. ഇപ്പൊ പാപ്പൊക്കെ കട്ട് നിന്നിട്ട്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ്, പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളത്? ഈ കൊച്ചിനാ. പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. ഞാൻ ഇപ്പൊ കഴിച്ചപ്പാ അതേ കഴിക്കൂ. അതായത് ഇവിടെ ഉണ്ടല്ലേ കട്ട് പൈസ എടുത്തോണ്ട് പോകും. വണ്ടിക്കൂലിക്ക് കൊടുക്കുന്ന പൈസ എടുത്തിട്ട് പാപ്പ തിന്നോണ്ട് വരും. ഞാൻ ഇനി വണ്ടിയിലേക്ക് പോകുന്നില്ലല്ലോ. ബസ്സിന് ഒത്തിരി 10 രൂപ 10 രൂപ വണ്ടിക്കൂലി എന്നാ വേറെ വല്ല മേടിച്ചിട്ട് നടന്നു പോകും. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ കുളിച്ച് റെഡി ആയിട്ട് ഇരിപ്പോണ് ഗൈസ്. നമ്മുടെ അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ തീരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ പറയാം. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.